ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചൂരമീൻ വെച്ചിട്ട് നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ്. ഈ കറി തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചൂരമീൻ കുറച്ച് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. കുറഞ്ഞത് ഒരു അരമണിക്കൂർ സമയമെങ്കിലും ഈ മീനിൽ അരപ്പ് പുരട്ടി വെച്ചേക്കണം കേട്ടോ. മീൻ ഏകദേശം 500 ഗ്രാം അളവിൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ചേർക്കാനുള്ള കുറച്ച് പുളി എടുത്ത് വെള്ളത്തിലിടാം. ഞാനിവിടെ കുടംപുളി ഒരു 6-7 പീസ് ചെറുതായിട്ട് കീറിയെടുത്ത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകിയതിന് ശേഷം കുതിർക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മാറ്റി വയ്ക്കാം. പുളി അവിടെ നിന്ന് കുതിർന്ന് വരട്ടെ, ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഒരു മൺചട്ടി സ്റ്റവയിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ വളരെ കുറച്ചേ ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിലാണ് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. തീ ഒരുപാട് കൂടി പോകണ്ട. ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ഉള്ളി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിലാണ് ഉള്ളി ചേർത്ത് കൊടുത്തത്. ഉള്ളി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കാനും മറന്നു പോകരുത്. കറിവേപ്പിലയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 2 ടേബിൾ സ്പൂൺ അളവിലും മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ അളവിലും മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ അളവിലും ഉലുവാപ്പൊടി 1/4 ടീസ്പൂൺ അളവിലുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നുകിൽ സ്റ്റവ് ഓഫ് ചെയ്യണം, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഈ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് തീ കുറച്ച് വെച്ച് കൊടുക്കാൻ പറഞ്ഞത് കേട്ടോ. പൊടികളൊക്കെ നല്ലതുപോലെ മൂത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ച ആ കുടംപുളി ആ വെള്ളത്തോടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. ഈ ചൂരമീൻ വെന്ത് കിട്ടാനായിട്ട് കുറച്ചധികം സമയമെടുക്കും. 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ ഈ ചൂരമീൻ നന്നായിട്ട് വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ കുറച്ച് വെള്ളം അധികം ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. കറി വെന്ത് തണുത്ത് കഴിയുമ്പോൾ ഒന്ന് കുറുകി കിട്ടുന്നതാണ്. കറി തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം. തീ കൂട്ടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഈ കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം. മീനിട്ട് കൊടുത്ത ശേഷം നമുക്കിത് തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കറി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിത് അടച്ചു വയ്ക്കാം. വ്യത്യസ്തമായ രീതിയിൽ മീൻ കറി ഉണ്ടാക്കുന്ന വീഡിയോകൾ ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർക്കായിട്ട് ഇതിൻ്റെ താഴെ എൻ്റെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ, ഒന്ന് കണ്ടു നോക്കണേ. ആ കറി ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കറി ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലേക്കാക്കി അടച്ച് വെച്ച് 20 മിനിറ്റ് സമയം നമുക്ക് വേവിച്ചെടുക്കാം. തീ കുറച്ച് വെച്ച് കൊടുക്കുക. ഞാനിത് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുകയാണ്. 20 മിനിറ്റ് സമയം കഴിഞ്ഞ് ഞാനിതൊന്ന് തുറന്ന് നോക്കി. കറിയൊക്കെ നല്ലതുപോലെ തിളച്ച് കുറുകി എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മുടെ ചൂരമീൻ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി അറിയിക്കാൻ മറന്നു പോകരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും ഒത്തിരി നന്ദി.